പിന്നെ ചിലവർക്കുണ്ട് ഇത് മനസ്സിലായാൽ പിന്നെ ഇതൊന്നും വേണ്ടാന്ന് വെക്കുന്നത്, അത് വേറെ. പിന്നെ ഇത് ലേശം എന്തെങ്കിലും കിട്ടും, ലേശം എന്തെങ്കിലും മനസ്സിലായാൽ പിന്നെ അവർക്ക് ഇതന്നെ മോശമാണ്, ഇതൊക്കെ ഓൾഡ് ഏജ്, ഇതൊക്കെ പഴയ, ഇതൊന്നും ഒരു ഗുമ്മ് കിട്ടുന്നില്ല നമ്മളെ പരിഷ്കാരത്തിന്, എന്നാൽ നമുക്ക് വേറെ വല്ലതും ആകുകയാണ് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, അത് ചിന്തിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ആരോടെ കഴിഞ്ഞ ആഴ്ചത്തെ പറഞ്ഞു, എന്നെ വിളിക്കണ ഈ ചോർന്നൊലിക്കുന്ന പെരയിൽ നിന്ന് പെരുമഴയത്തേക്ക് ആൾക്കാർ വിളിക്കണം. ഈ ഉന്നതമായ ദർശനങ്ങളുള്ള ഈ ഒരു ആശയത്തിനുള്ള ഒരു ഗ്രന്ഥത്തെ വിട്ട് ഇനി എവിടേക്കാ ഞാൻ വരേണ്ടത്? പെരുമഴയത്തേക്ക്. ഇതിന് ചോർത്തുണ്ട്, സംഗതി ശരിയാ. ജനലിന് ചെറിയ പൊട്ടലും വാതിലിന് ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്, ഓരോ ഓടൊക്കെ ചോർന്ന് വലിക്കുന്നുണ്ട്, സംഗതിയൊക്കെ ശരിയാ. പക്ഷെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വിളിക്കുന്നത് എവിടേക്കാണോ? പെരുമഴയത്തേക്ക്. പ്രത്യേകിച്ചൊരു തത്വശാസ്ത്രമൊന്നും അവരുടെ കയ്യിലില്ല, പ്രത്യേകിച്ചൊരു ദർശനങ്ങളൊന്നുമില്ല, മൂല്യങ്ങളില്ല, ആത്മീയമായ ചിന്തകളൊന്നുമില്ല, ശാസ്ത്രീയത, അതിനപ്പുറത്തേക്ക് ഒന്നും സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനില്ല. പിന്നുള്ളത് അവനാനീയത്തേ ഉള്ളൂ, അവനാന്റെ തൊള്ളപ്പാട്. ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ അതന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് നിങ്ങളുടെ മുമ്പിൽ, ഈ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കാൻ ഒരു ദർശനം എന്താണുള്ളത്, ഒരു മൂല്യം എന്താണുള്ളത്, ഒരു തത്വചിന്ത എന്താണുള്ളത്? അതൊന്നുമില്ല. ഞങ്ങൾ പറയുന്ന തത്വചിന്ത തന്നെയാണ്. എന്നാ അതിപ്പോ കേൾക്കാൻ ഏതായാലും അതിന്റെ കുടിയിലുണ്ട് ആ തത്വചിന്ത. ഞാൻ പറഞ്ഞു അതിന്റെ വീട്ടിലുണ്ട് ആ തത്വചിന്ത. അതിനപ്പുറത്ത് എന്താ വെക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും വെക്കാനില്ല. കുറച്ചും ഈ ഖുർആനിലെ കുറച്ച് ആചാരങ്ങളെ, കുറച്ച് അനുഷ്ഠാനങ്ങളെ, ഒരു വസ്ത്രധാരണത്തെ, വേറെ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യത്തെ നിരന്തരം ഇങ്ങനെ വിമർശിക്കുക, ആളാകുക. അതിനപ്പുറത്ത് അതിന് ബദലെന്ത് വെക്കാനുണ്ട്? നമ്മളിതിന് വിമർശിക്കുമ്പോൾ ബദല് വെക്കുന്നുണ്ട്, ഇതിന് പകരണ്ട് നമ്മളെടുത്ത്. വെറുതെ വിമർശിക്കല്ല, ആണോ? വെറുതെ വിമർശിക്കല്ല. ഒന്നിനെ നമ്മളിപ്പോ സ്വലാത്ത് ഈ ആചാരാനുഷ്ഠാനത്തിൽ അല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്തൊന്നും വെക്കാനുണ്ട് നമ്മളെ മുമ്പിൽ. മുസ്ലിങ്ങളുടെ വേഷവിധാനത്തെ വിമർശിച്ച ഒന്ന് മെയിനായി ആളുകളുടെ വിധം. എന്നാൽ അതിനേക്കാൾ ജീവിതമില്ല, കുട്ടികളും മക്കളും ഇല്ല, ജീവിതമില്ല, ഒന്നുമില്ല. മുസ്ലിങ്ങളെക്കാൾ കോടാനുകോടി ജനങ്ങൾ ഈ പുറത്തിട്ട് നടക്കുന്നുണ്ട്. അവിടെ വിമർശനം വരൂല. ഇസ്ലാമിന്റെ വിമർശനം, ഒരു 1/2 മീറ്റർ തുണി മുസ്ലിങ്ങൾ അധികം ധരിച്ച അവിടെ വിമർശനം. ഒന്നിനെ മാത്രം വിമർശിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. ഇസ്ലാമിനെ മാത്രം വിമർശിക്കുമ്പോൾ മെയിനാകുക. എന്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞ ഒരു മതമായിട്ട് എടുത്താൽ തന്നെ ഒരു തത്വശാസ്ത്രം തന്നെയാണ്. നമ്മൾ പറയുന്ന ഒരു ദാർശനിക കാഴ്ചപ്പാടിലല്ല, ഒരു മതമായിട്ട് എടുത്താൽ പോലും. ഇപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്നുണ്ടല്ലോ, സ്ത്രീക്ക് ആത്മാവുണ്ടോന്ന് വരെ യൂറോപ്പ് സംശയിച്ചിരുന്നു 60-70 കൊല്ലം വരെ. ഒന്നുമില്ലെങ്കിൽ സ്ത്രീക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്നല്ലെങ്കിൽ 1400 കൊല്ലം മുമ്പ് ഈ ചരിത്രപരമായിട്ട് ഈ മതമായിട്ട് തന്നെ ഇസ്ലാമിനെ വായിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്ക് ആത്മാവ് പോലും ഇല്ല എന്നാണ് അത് 60-70 കൊല്ലം മുമ്പ് യൂറോപ്പ് എന്ന് പറയുന്ന ഈ ഇപ്പൊ വലിയ പുരോഗമനം പറയുന്ന ആളുകൾ വരെ പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തതെവിടെ? മുഴുവൻ തുണിയില്ലാതെ ജനങ്ങൾക്ക് ഒരു കാഴ്ച വസ്തുവായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കണം. അവരെ സമൂഹത്തിൽ ഒരേ പദവിയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള അവരുടെ മൂല്യബോധമാണ് അവരിൽ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഒരു വേഷത്തിന്റെ ഒരു ഏറ്റക്കുറച്ചിലല്ല ഒരു പുരോഗമനവും അധോഗതിയും തീരുമാനിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അത് വിചാരിച്ചിട്ട് ഈ ആകട്ട് മൂടി നടക്കണമൊക്കെ ശരിയാവില്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിക രാജ്യവും മുസ്ലിങ്ങളും മുഴുവൻ പോക്ക്, വേറെ 1-2 രാജ്യങ്ങൾ, 5-6 രാജ്യങ്ങൾ മുഴുവൻ ഏറ്റവും നല്ല രാജ്യം. എന്നാൽ ഞാൻ പോയി നിങ്ങളൊക്കെ ഏതെങ്കിലും ഈ ലോകത്ത്, ഞാനെൻ്റെ കുട്ടിക്കാലത്തൊക്കെ അടിവസ്ത്രം വരെ ഇടാതെ നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പറയുന്നത് മോശമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന ഈ ബംഗ്ലാവും ഈ കെട്ടിടങ്ങളും ഈ കാറും ഈ 10-30 ഡ്രസ്സും ഈ ഫോമും ഇതിലൊക്കെ നടന്നത് ഈ അറബ് രാജ്യങ്ങളിൽ പോയിട്ടാണ്. ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് എവിടെയാണ്? ഇവര് നല്ല രാജ്യം തന്നെയാണ്, സമാധാന രാജ്യമാണ്, ഐശ്വര്യവും ശാന്തി ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ മുഴുവൻ പോക്ക് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാനും നിങ്ങളൊക്കെ നടക്കുന്ന ഈ ഐശ്വര്യങ്ങൾ മുഴുവൻ ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിയതാണ്, അല്ലേ? ഈ പറയുന്ന ഉന്നത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യത്ത് എവിടെ ഈ ക്രീമിലിയറായ നല്ല ഉയർന്ന വിദ്യാഭ്യാസമല്ല 8-10 ആളുകൾക്ക് ജോലി കൊടുക്കാന്നില്ല കഴിഞ്ഞ് ആരാ കൊടുത്തിട്ടുള്ളത്? അതന്നെ ഈ തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ കട്ടുകൊണ്ടുപോകുന്ന സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന സ്വിസ് ബാങ്കിലാണ്.
അതാണ് ഒരു രാജ്യം വരെ കാണിക്കുന്നത്, സ്വിറ്റ്സർലാൻഡ്. അതേ പണം തന്നെ നമ്മുടെ രാജ്യത്ത് വീണ്ടും പലിശക്ക് തരികയാണ്. അതേ പൈസ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ആത്മീയതയുടെ ആളുകളും മറ്റുള്ള ആളുകളും ഇവിടുന്ന് ഇസ്കി മുക്കി കട്ട് കൊണ്ടുപോകുന്ന പൈസ മുഴുവൻ ഇവിടെ കൊണ്ടുപോയി അതന്നെ നമുക്ക് വേൾഡ് ബാങ്കിലൂടെ പലിശക്ക് തരികയാണ്. എന്നിട്ട് അതുകൊണ്ട് സുഭിക്ഷമായി ഞാനും എൻ്റെ കുട്ടികളും മാത്രം തിന്നു കഴിയുന്ന ഈ രാജ്യം മാത്രം നല്ല രാജ്യം, ബാക്കിയുള്ളവരൊക്കെ പോക്ക്. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ വിമർശനം എന്ന് പറയുന്നത്.